Good morning, sir, and welcome to the show. Morning, Anla. Morning, viewers. Yes, സർ കഴിഞ്ഞ ദിവസത്തെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പ്രത്യേകിച്ചും CPI കണക്കുകളൊക്കെ പറയുമ്പോഴേക്കും ഇൻലൈൻ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഇൻലൈൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിയ തോതിൽ കാണാൻ സാധിച്ചിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിന്റെ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 44,200 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 44,500 അതിനെ തുടർന്ന് 45,200 പോയിന്റിലും ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 21,182. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 21,500 അതിനുശേഷം 21,900 രൂപയിലും ആയിരിക്കും, 900 പോയിന്റിലും ആയിരിക്കും. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും കമോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ ബ്രെൻഡിന്റെ കേസിലേക്ക് എത്തുമ്പോൾ ഒരു നെഗറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സ് $68.26 എന്നൊരു നിലയിൽ ട്രേഡിംഗ് നടത്തുമ്പോൾ ബ്രെൻഡിന്റെ ഫ്യൂച്ചേഴ്സ് $72.15 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. രണ്ട് ഫ്യൂച്ചർ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഏതൊക്കെ ലെവലുകളാണ് താങ്കൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്നത്? സോ ബ്രെൻഡ് ആൻഡ് WTI ക്രൂഡ് രണ്ടിന്റെ കേസിലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. സോ WTI ക്രൂഡിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ $73 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $66 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ക്രൂഡിൽ കാണാൻ സാധിക്കും. ഗോൾഡിലേക്ക് കൂടി വരികയാണെങ്കിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ ഇന്നിപ്പോൾ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കാണുന്നത്. ഏകദേശം 0.8% ഇടിവിൽ ട്രോയ് ഔൺസിന് $2,566 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. അതായത് $2,600 എന്നൊരു നിലയും കൈവിട്ടുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഇതേ ഫോറത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സൂചിപ്പിച്ചിരുന്നു സ്വർണത്തിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ നല്ല ചാൻസസ് ഉണ്ടെന്നു. സോ കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സെല്ലിംഗ് പ്രഷറും പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു ആൻഡ് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ഇസ് ബുള്ളിഷ്. ബട്ട് സ്വർണത്തിന്റെ കേസിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കറന്റ് ലെവൽസ് ഇന്നലത്തെ ഒരു ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും $2,580 കാണാൻ സാധിക്കുന്നത്. ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് $100 മുതൽ $120 ഒരു കറക്ഷനും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേമിൽ സ്വർണത്തിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കരുത്. ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടൊരു റെസിസ്റ്റൻസ് 2,680 ആയിരിക്കും. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു വളരെ ശക്തമായിട്ട് ഇടിവോടുകൂടി ഏകദേശം ഒരു 5 മന്ത് ലോയിലേക്ക് നിഫ്റ്റി 50 ഇടിയുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. ഒരു ഘട്ടത്തിൽ 23,509.6 എന്നൊരു നില വരെ ഇടിയുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും 23,559.05 എന്ന നിലയിൽ 1.36% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേമിലും നിഫ്റ്റി 50യുടെ ട്രെൻഡ് ബിയറിഷ് ആയി മാറിയിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാലത്ത് തന്നെ വളരെ നല്ലൊരു വ്യൂ അല്ല നൽകാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ദിവസമായിട്ട് നിഫ്റ്റി 50ക്ക് ഒരു സപ്പോർട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന 23,800 പോയിന്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ 23,800 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ഇൻഡെക്സിലുള്ള പല ഹെവി വെയ്റ്റ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ കേസിൽ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് ഇനി കാണാൻ സാധിക്കുന്ന 23,200 പോയിന്റ്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്.
യെസ്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഇന്നലെ ഒരുപക്ഷെ നിഫ്റ്റിയുടെ ആ ഇടിവിനെ ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയത് നിഫ്റ്റി ബാങ്കിലുണ്ടായ സെൽ ഓഫ് തന്നെയാണ്. ഇൻട്രാഡേയിൽ ഒരു ഘട്ടത്തിൽ 50,000 എന്നൊരു ലെവലും കൈവിടുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 2.09% ഇടിവിൽ 50,088.35 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ബാങ്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്നത്? So Nifty Bank Index in the case long term trend continues to be bullish. ബട്ട് ഷോർട്ട് ടേം നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇന്നലത്തെ ആ ഒരു വലിയ സെൽ ഓഫിനെ തുടർന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഇന്ന് അടുത്ത ട്രേഡിംഗ് സെഷൻസിലൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 49,580. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. യെസ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു ഇടിവ് പരിശോധിക്കൽ നിഫ്റ്റി IT സൂചിക മാത്രമാണ് ഹെവി വെയ്റ്റ്സിൽ അല്പമെങ്കിലും ഈ ഒരു ബിയറിഷ് ടോണിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഒരു കേസ് പരിശോധിക്കുകയാണെങ്കിലും 0.5% മാത്രമാണ് IT സൂചികയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇടിവെന്ന് പറയുന്നത്. നിഫ്റ്റി ITയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? പ്രത്യേകിച്ചും ആഗോളതലത്തിലേക്കൊക്കെ നോക്കുമ്പോഴേക്ക് ടെക് ഓഹരികളിലൊക്കെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, IT ഇൻഡെക്സിലോട്ട് വരുന്നതിന് മുൻപ് നമുക്കൊന്ന് ഈ ഇന്ത്യൻ റുപ്പിയുടെ ഒരു വ്യൂവും കൂടെ ഞാൻ നൽകാം. ഇന്ത്യൻ റുപ്പിയുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തില് ഇന്ത്യൻ റുപ്പി അമേരിക്കൻ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് 83 രൂപ 43 പൈസയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഒരു വ്യൂ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന റുപ്പിയുടെ റെക്കോർഡ് ഓൾ ടൈം ലോ 84 രൂപ 42 പൈസയായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് കനത്ത ഒരു ഡിപ്രിസിയേഷൻ ആയിരുന്നു ഇന്ത്യൻ റുപ്പിയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന് പല കാരണങ്ങളും ഉണ്ട്. ബട്ട് എങ്കിലും എക്സ്പോർട്ട് ഓറിയന്റഡ് കമ്പനീസിന് ഈ ഒരു ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിഫ്റ്റി IT ഇൻഡെക്സിൽ നമുക്ക് ഇത്രയും ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 43,650. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നിഫ്റ്റി ITയിൽ തന്നെയും ഇൻഫോസിസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നടന്നിട്ട് പോലും ഒരു ഫ്ലാറ്റ് ലെവലിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഫോസിസ് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നവംബർ 1 മുതലുള്ള അല്ലെങ്കിൽ നവംബർ 5 മുതലുള്ള ഒരു കണക്കുകളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരിയ തോതിലൊരു ബുള്ളിഷ് ടോൺ നിലനിർത്താനും ഇൻഫോസിസ് ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഇൻഫോസിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഇൻഫോസിസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇൻഫോസിസിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് കാണുന്നത്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1897 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 40 മുതൽ 70 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. യെസ്. അതിനോടൊപ്പം TCSലുള്ള താങ്കളുടെ റിവ്യൂ കൂടി ചോദിക്കുകയാണ്. ഇന്നലെ 1.12% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു TCS ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. TCSലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? TCSന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. TCSന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 4,240 രൂപ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 4,290, അതിനുശേഷം 4,360, അതിനുശേഷം 4,450 ആയിരിക്കും. യെസ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% ഇടിവിലായിരുന്നു ഇന്ത്യൻ ഹോട്ടൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഹോട്ടൽസ് നമ്മൾ നിഫ്റ്റി 50യുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് നമ്മൾ ITC ഇന്ത്യൻ ഹോട്ടൽ നോക്കുമ്പോഴേക്കും നവംബർ 11 തീയതി ആയിരുന്നു നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 680 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് ഷോർട്ട് ടേം ട്രേഡിംഗിന് നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 740. ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ ഇന്ത്യൻ ഹോട്ടലിൽ കാണാൻ സാധിക്കും.
യെസ്, അതിനോടൊപ്പം തന്നെ സിർമ SGS ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. സിർമയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിർമയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? So Sirma is a small cap stock, but ഈ ഒരു ഷെയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കിന്റെ ഒരു ലോ ലെവല് 376 രൂപയിലായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 510 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 545 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 570 അതിനുശേഷം 620 ആയിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സമീർ എന്ന പ്രേക്ഷകൻ സെൻ ടെക്നോളജീസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 4.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻടെക്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സെൻടെക് ഇസ് അഗെയിൻ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പഠിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ ഒരു 52 വീക്കായി 1970 രൂപയായിരുന്നു. ഇതേ ലെവല് വീണ്ടും നമുക്ക് ഒക്ടോബർ 15 ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ഡേറ്റ്സിലും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. അറ്റ് ദ മൊമെന്റ് നിലവിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1600 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1880 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ BLമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു BLന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. BLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 2 ദിവസത്തെ ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് there's a possibility ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാനായിട്ട് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 274 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ റെഡിംഗ്ടൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. റെഡിംഗ്ടണിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? റെഡിംഗ്ടന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 170 മുതൽ 175 വരെ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 207 രൂപയിലായിരിക്കും. ഒന്നിലധികം പ്രേക്ഷകർ കിർലോസ്കർ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3.5% ഇടിവിലായിരുന്നു ഈ ഒരു സ്മോൾ ക്യാപ് ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിർലോസ്കർ ബ്രദേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിർലോസ്കർ ബ്രദേഴ്സിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 1740. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. മറ്റൊരു പ്രേക്ഷകൻ NMDC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 0.5% അടുത്തൊരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. NMDC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NMDCയിലെ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. 240 രൂപ വളരെ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. മധു എന്ന പ്രേക്ഷകൻ ഹിൻഡാൽക്കോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഫോർച്ചുനേറ്റ്ലി ഹിൻഡാൽക്കോയുടെ കേസിലും ഞാൻ നേരത്തെ നിഫ്റ്റി 50യെ കുറിച്ച് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ വന്നിരിക്കുന്ന ആ കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ ഒരു സ്ട്രാറ്റജി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 620 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ നിലനിർത്തരുത്. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 710 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് നടക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുമെന്ന്. നിഖിൽ എന്ന പ്രേക്ഷകൻ KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 7.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. KNR കൺസ്ട്രക്ഷൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? KNR കൺസ്ട്രക്ഷൻസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ്
ഇതിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഈസ് ബെയറിഷ്. ബട്ട് ഇന്നലെ ഈ മാർക്കറ്റിൽ ഇത്രത്തോളം ഒരു വീക്ക്നെസ് നടക്കുന്ന സമയത്ത് പോലും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് ഇന്നലെ ഈ സ്റ്റോക്ക് ഒരു നേട്ടത്തോടു കൂടിയായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. ബട്ട് ഈ സ്റ്റോക്കിന് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിനിടെ ഈ സ്റ്റോക്ക് 330 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 295 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ജയരാജ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4% ഇടിവിലായിരുന്നു NBCC ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. NBCCയിലെ ട്രെൻഡ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? NBCCയിലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പിൽ 84 രൂപയിലായിരിക്കണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 110 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് വളരെ റിമോട്ട് ഒരു പോസിബിലിറ്റിയെ കാണാൻ സാധിക്കുന്നുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോളോ ടയേഴ്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അപ്പോളോ ടയേഴ്സിന്റെ കേസിലും ഹിൻഡാൽകോയെ കുറിച്ച് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 സെഷൻസിൽ കണ്ടിരിക്കുന്ന കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 420 രൂപയല്ല. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 520 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. രജീഷ് എന്ന പ്രേക്ഷകൻ സ്കിപ്പർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4% ഇടിവിലായിരുന്നു സ്കിപ്പറിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സ്കിപ്പറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്കിപ്പർ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ 485 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 560 മുതൽ 620 വരെ. മറ്റൊരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3% ഇടിവിലായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി പ്രധാനമായിട്ടും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക്. കാര്യം വി വർ എക്സ്പെക്ടിങ് എ ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു സ്റ്റോക്കിൽ. അത് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിലുള്ള സെൽ ഓഫിനെ തുടർന്ന് അത് നടന്നിട്ടില്ല. സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 1170 രൂപ. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2 മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. ആദ്യത്തെ 1600 രൂപയും അതിനെ തുടർന്ന് 1720 രൂപയിലും. യെസ്, ഒപ്പം തന്നെ മെസഗോൺ ഡോക്ക് അടക്കമുള്ള മറ്റ് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ മാസഗോൺ ഡോക്കിന്റെ കേസിലും നമുക്ക് ഇന്നലെ വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 4400 രൂപ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 3590 രൂപയിലായിരിക്കും. തോമസ് എന്ന പ്രേക്ഷകൻ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.78% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ നിരാശാജനകമായിട്ടുള്ള നമ്പേഴ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലോസ് ആണ് തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഒരു ക്വാർട്ടറിലും ലോസ് തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈസാഫിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസാഫിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു റെക്കോർഡ് ഓൾ ടൈം ലോ ലെവലിലായിരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 41 രൂപ 50 പൈസയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 47 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒപ്പം തന്നെ റെയിൽവേ ഓഹരികളിലുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ശ്യാമപ്രസാദ് എന്ന പ്രേക്ഷകൻ RVNL ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RVNLന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്.
റെയിൽവേ RVNL കേസിൽ ഒരു വളരെ മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 405 രൂപയില. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ വളരെ ഹൈ പോസിബിലിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. അതിനോടൊപ്പം തന്നെ IRFCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ബൽരാജ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 3.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRFCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRFCയിൽ നമുക്ക് ഒക്ടോബർ മാസത്തിലായിരുന്നു ഒരു 52 വീക്ക് ലോ കാണാൻ സാധിച്ചത് 132 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നമുക്ക് കാണാനിടയായി. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 130 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 165 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇന്നലത്തെ ട്രേഡിനെ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മാർച്ച് 15 നമുക്ക് നൽകിയ 52 വീക്ക് ലോ 400 രൂപ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ അടുത്ത ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 420 അതിനുശേഷം 440 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. അതിനോടൊപ്പം തന്നെ IREDയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 3% ഇടിവിലാണ് IREDയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IREDയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IREDയെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 185 രൂപയിൽ. ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കും. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് 185 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു ലോങ് വീക്കെൻഡ് തന്നെയാണ് സാറിന് ആശംസിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒപ്പം തന്നെ നിക്ഷേപ ശ്രദ്ധയ്ക്ക് വീണ്ടും പറയുകയാണ്, ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് സ്വീകരിച്ചതിന് ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കാണാം. അതുവരെ നന്ദി.